ഓം ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ദേവിയെക്കൊണ്ട് വീണ്ടും പറയാൻ തുടങ്ങി. അതിനുശേഷം യൂട്യൂബിലും മറ്റൊക്കെ കാഴ്ചക്കാർ കൂടുന്നു. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ദേവിയെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പണ്ട് മോഹൻലാൽ പറഞ്ഞ പോലെ എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ ദേവിയെ ഇഷ്ടമില്ലാത്തവർ കുറവാണ് ഭക്തരുടെ ഇടയിൽ. ഭക്തി രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടാവും, അത് സാധാരണ മാത്രമല്ല ഇപ്പം ഭക്തി ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവൻ ദൈവമാകുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. സൂര്യനും ചന്ദ്രനും രവിചന്ദ്രൻ, രവി ദൈവം എന്നാണ് പറയുന്നത് അയാളെ കൊണ്ട്. എന്താ നാസ്തികത്വം പറഞ്ഞിട്ട് അയാൾ തന്നെ സ്വയം ഒരു ബിംബമായി മാറുക. അതിന് കുറേ ആളുകൾ ഇങ്ങനെ സപ്പോർട്ട് അടിച്ചു കൊടുക്കുക. അതെന്നും ഉണ്ടായിട്ടുണ്ട്, നാസ്തികന്മാർ എന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ചാർവാകൻ മുതൽ ഉള്ള കാര്യം തന്നെയാണ്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. എല്ലാവരും ദൈവവിശ്വാസികളൊന്നും ആയിരുന്നില്ല പ്രപഞ്ചം ഉണ്ടായ കാലം മുതലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ചെകുത്താനും ദൈവവും വേണ്ടല്ലോ, അല്ലെങ്കിൽ പിശാചും ദൈവവും എന്നൊക്കെ പറയുന്ന ആ രണ്ട് കോൺസെപ്റ്റ് വരില്ലല്ലോ. അത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. അതിന് ഈ രണ്ട് പക്ഷത്തും ആളുകളും ഉണ്ടാവും. അതിന് നാസ്തികന്മാരും ആസ്തികന്മാരും എന്ന് അവരെ വിളിക്കുന്നു. ആസ്തികന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അയാൾ നാസ്തികന്മാരോട് സംസാരിക്കട്ടെ. ദേവിയെ ഭക്തന്മാരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ദേവിക്കാണ്. പിന്നെ നമ്മുടെ അയ്യപ്പനും ഗുരുവായൂരപ്പനൊക്കെ കേരളത്തിലെ പ്രധാന, എന്താണ് പറയുക, വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. അത് മറ്റൊരു തലത്തിൽ നിൽക്കുന്നു. മൊത്തമായിട്ട് ഈ ആരാധനകളൊക്കെ കൂടുതൽ കിട്ടുന്നതും കൂടുതൽ ക്ഷേത്രങ്ങളുള്ളതും ഒക്കെ ദേവിക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദേവിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും എൻ്റെ അനുഭവം അതാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ ആളുകൾ താല്പര്യത്തോടു കൂടി കാണാൻ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും ദേവിയിലേക്ക് വന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നോട് ചില ആളുകൾ വലിയ സങ്കടം പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. ദേവിയെക്കുറിച്ച് പറയാതിരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ എവിടെ നിന്നാണ് വിളിക്കുന്നത്? മട്ടന്നൂർ. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 2002 ഏപ്രിൽ 12, സമയം 10:15. രാവിലെയാണോ രാത്രിയാണോ? രാവിലെ. രേവതി നക്ഷത്രം 2003 സാറേ. നിങ്ങൾ ആദ്യം 2002 പറഞ്ഞു. 2003. ആ ശരി. ആയില്യം. അതെ ആയില്യം. ആരാണ് നിങ്ങളുടെ ആരാണ്? എന്റെ കൊച്ചുമകളാ. നിങ്ങളെ കൊച്ചുമകളോ? മകളുടെ മകളോ? ഓ ശരി. ആ അച്ചാച്ചനാണ് വിളിക്കുന്നത്. ശരി, ഓക്കെ. ഇപ്പം എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് കൊച്ചുമോളെ പറ്റി? ശരി,
ഏത് കോഴ്സാണ് ചെയ്തത്? അത് ഇപ്പം പിന്നെ കെമിസ്ട്രി ഇപ്പം PG എല്ലാം കഴിഞ്ഞു. ശരി. ജോലിക്ക് എവിടെയാണ് ശ്രമിക്കുന്നത്? നാട്ടിൽ തന്നെയാണോ അതോ പുറത്താണോ? ഇല്ല, ഇപ്പം റിസൾട്ട് വന്നേ ഉള്ളൂ. ശ്രമിക്കാൻ നോക്കണം. ആ, ഇപ്പം നടക്കുന്നത് ശുക്രദശയാണല്ലോ, വലിയ മോശമൊന്നും വരില്ല. ലഗ്നാധിപത്യം വഹിച്ചുകൊണ്ട് 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ശുക്രന്റെ ദശയിൽ നിങ്ങൾ കൊച്ചുമകള് രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഹലോ, അവിടുത്തെ ബോളി ഒന്ന് ഓർക്കൂ. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ലഗ്നാധിപത്യം വഹിച്ചുകൊണ്ട് 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയാണ് നിങ്ങളുടെ കൊച്ചുമകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദശ അവളെ നന്നായി രക്ഷിക്കുന്ന ഞാൻ പറയുന്നത്. 33 വയസ്സിനുള്ളിൽ നല്ല നിലയിൽ ഉയർന്നു വരും. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആ ഇനിയും ഇപ്പം പ്രായം 22 വയസ്സോ 6 മാസമേ ആയിട്ടുള്ളൂ. 11 കൊല്ലം കൂടി ശുക്രദശ ബാക്കിയുണ്ട്. അപ്പോൾ ആ 11 കൊല്ലത്തിനുള്ളിൽ കല്യാണം നടക്കുക, ജോലി ലഭിക്കുക, ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ കുട്ടിക്ക് നല്ലതായിട്ട് വരുമെന്നാണ് ഞാൻ ബലം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ ശ്രമിച്ചു നോക്കട്ടെ. അത് അവളുടെ ഡ്യൂട്ടി ആണല്ലോ. അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ജ്യോതിഷികൾക്ക് ഇന്നത്തെ ലോകത്തിൽ പല ജോലിയും ഉണ്ട്. അതെല്ലാം കണ്ടുപിടിക്കേണ്ടതൊക്കെ നെറ്റിൽ നോക്കിയിട്ടും മറ്റൊക്കെയാണല്ലോ കുട്ടികളത് കണ്ടുപിടിക്കുക. പണ്ടത്തെ പോലെ 4ഓ 5ഓ ജോലിയല്ലല്ലോ, ഇപ്പം ആയിരക്കണക്കിന് ജോലികളല്ലേ. ഉറപ്പായിട്ടും അയ്യോ, അതിനെപ്പറ്റി യാതൊരു സംശയമില്ല. അതിന് യാതൊരു സംശയവും വിചാരിക്കണ്ട. അത് നിങ്ങൾക്ക് ഞാനെന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ചിലപ്പോൾ ഒരു 5-6 മാസം ചെറിയൊരു കളിപ്പിക്കൽ ഉണ്ടായേക്കാം, പക്ഷെ അത് കഴിഞ്ഞാൽ സംഭവം കളറാവും. പിന്നെ ഇപ്പം പിന്നെ ഈ ആയില്യക്കാരിയാണെന്നുള്ള വിചാരം വേണം. അതുകൊണ്ടൊന്ന് നാഗത്തിനെ പ്രീതിപ്പെടുത്തണം. കുടുംബത്തിൽ നാഗത്തിന്റെ വല്ല സാന്നിധ്യം ഉണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ അല്ല, ഇവിടെ അങ്ങനെ ഒരു നാഗദോഷമുള്ള ആയില്യക്കാരിയാണ്. അതുകൊണ്ട് തന്നെ പെരളശ്ശേരിയിലോ അല്ലെങ്കിൽ മണ്ണാറശാല അല്ലെങ്കിൽ മേക്കാട്, പാമ്പു മേക്കാട്, അവിടെയൊക്കെ ദർശനം നടത്തുന്നതൊക്കെ ഗുണം ചെയ്യും. അതേപോലെ കാളഹസ്തിയിൽ ഒരു തവണ തിരുപ്പതി കാളഹസ്തി ദർശനം, അതും ഏറ്റവും ഗുണം ചെയ്യും. അത് വിവാഹത്തിന് മുമ്പായി ചെയ്യുന്നതായിട്ട് നല്ലതാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? അതായത് ജന്മന ആയില്യം നക്ഷത്രമാവുക, ജാതകത്തിൽ നാഗദോഷം കാണുക, അങ്ങനെ വന്നാൽ അതിന് പരിഹാരം ചെയ്യണമെന്നാണ് ശാസ്ത്രവിധി. ഞാൻ ശാസ്ത്രമാണ് പറയുന്നത്. ഇത് ശാസ്ത്രമാണോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല, അത് വേറെ കാര്യം. പക്ഷേ ജ്യോതിഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ജ്യോതിഷത്തിൽ നാഗദോഷങ്ങളുടെ ലക്ഷണം പറയുന്നുണ്ട്. അത് നിങ്ങളുടെ കൊച്ചുമകൾക്കുണ്ട്. അത് നിങ്ങൾ പരിഹരിക്കണം. അത് പരിഹരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാളഹസ്തിയിൽ ഒരു പ്രത്യേക പൂജയുണ്ട്, രാഹുപൂജ എന്ന് പറഞ്ഞിട്ട്. അത് അവിടെ പോയിട്ട്, അത് തിരുപ്പതിക്ക് 50 കിലോമീറ്റർ അടുത്തായിട്ടാണ് വരിക. അത് വെളുപ്പാങ്കാലത്ത് നടക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ്. അതിന് പിന്നെ ഓൺലൈനിലും മറ്റൊക്കെ നിങ്ങൾക്ക് നോക്കിയാലും പറ്റും. ഇപ്പം പറയുന്നത് കേൾക്കുന്നത് ഓൺലൈനിൽ അവർ കൊടുക്കുന്നില്ല, നേരിട്ട് പോയിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ 8 മണിക്കാണ് അത് അവിടെ എത്തേണ്ടത്. 8 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് 2 മണിക്കൂറോളം പൂജയിൽ ഇരിക്കണം. അത് വളരെ ഫലപ്രദമായിട്ട് ഉള്ളൊരു പൂജയായിട്ടാണ് അനുഭവം. അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ കുട്ടിയുടെ കല്യാണത്തിന് മുമ്പായിട്ട് അത് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ വേണം. അത് എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത്. അത് അവളുടെ ജീവിത വിജയത്തിന് അത് ആവശ്യമാണ്. ജീവിതം വിജയിക്കുന്ന കുട്ടി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ അച്ഛൻ നല്ല ബലവാനായിട്ടും കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ജീവിതം വിജയിക്കും, ഒന്നും ഒരു പ്രയാസവും വരില്ല.
ഓക്കെ ആ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞത് പിന്നെ ദേവിയുടെ കാര്യമാണല്ലോ. ദേവിയുടെ പല എന്താണ് കഴിഞ്ഞ തവണ പറഞ്ഞ പിന്നെ നിദ്രയെക്കുറിച്ചാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഉറക്കം അത് കിട്ടിയില്ലെങ്കിൽ പിന്നെയുള്ള കാര്യം പറയണ്ടല്ലോ. ഉറക്കം ശരിയായ രൂപത്തിൽ കിട്ടാത്ത വ്യക്തികൾക്ക് അത് ഇന്നേ മന്ത്രമാണ് ജപിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. ഇന്ന് പണം വർദ്ധിക്കാനുള്ള യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ. ലക്ഷ്മിയാണല്ലോ ധനത്തിൻ്റെ അതിദേവത. അത് കഴിഞ്ഞ തവണ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞല്ലോ. ദാരിദ്ര്യം, ഐദാരിദ്ര്യം, ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. എനിക്കത് എൻ്റെ അഭിപ്രായം എന്നെ സ്ഥിരമായി കാണുന്നവരാണ് എൻ്റെ മുമ്പിലുള്ള ആൾക്കാർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപൂർവമായിട്ടിങ്ങനെ ചാനൽ മാറ്റുമ്പം കാണുന്നവരും ഉണ്ടാവാം, വല്ലപ്പോഴും ഒന്ന് കണ്ടിട്ട് അങ്ങ് ഒഴിവാക്കുന്നവരുണ്ടാവാം. പക്ഷേ സ്ഥിരമായിട്ട് എൻ്റെ പരിപാടിക്ക് മുമ്പിൽ ഇരിക്കുന്ന ആളുകളുണ്ട്, അതെനിക്കറിയാം. അവർ എത്രയോ പേരെന്നോട് പറഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ തളിപ്പറമ്പെന്ന് വന്നൊരു സ്ത്രീ പറഞ്ഞു, ഇതെന്തായാലും ഞാൻ ഒഴിവാക്കാറില്ല സാറേ എന്ന് പറഞ്ഞു. പാവം, ആ സ്ത്രീയുടെ ഒരു മകനൊക്കെ മരിച്ചു പോയത് വലിയ സങ്കടമാണ്. അപ്പോൾ എന്തോന്നറിയില്ല, നിങ്ങളെ പരിപാടി കാണുമ്പോൾ അത് മാത്രം ഒഴിവാക്കാറില്ല എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു. ഒരുപാട് സങ്കടമുള്ള സ്ത്രീയാണ്. എന്നിട്ട് പോലും അവരങ്ങനെ പറയുമ്പോൾ അത് അവർക്ക് ഒന്ന് ദേവിയെക്കുറിച്ച് പറയുന്നത് വലിയ ദേവി ഭക്തിയാണ് അവർ. അപ്പോൾ ദേവിയെക്കുറിച്ച് പറയാം, പിന്നെ അവർ പറഞ്ഞ് തമാശ കേൾക്കാനും. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡുണ്ടല്ലോ, ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് എന്ന് പറഞ്ഞ പോലെ, അംഗവും കാണാൻ താളി ഓടിക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഒന്ന് നമുക്ക് ദേവിയെക്കുറിച്ച് കേൾക്കാം, പിന്നെ കുറച്ച് ചിരിക്കാം. വളിപ്പ് എന്തായാലും വളിപ്പ് പറഞ്ഞിട്ട് ചിരിപ്പിക്കുന്നതല്ലല്ലോ, ഇടയ്ക്ക് വളിപ്പൊക്കെ വന്നു പോകും, അത് സ്വാഭാവികമാണ്. ആർക്കാണ് ഇത്ര അറ്റൻഷനിലായിട്ട് നിൽക്കാൻ പറ്റുക? സ്റ്റാൻഡേർഡ് വിറ്റ് മാത്രം പറയണമെങ്കിൽ ഭയങ്കര ശ്രദ്ധ വേണം. അങ്ങനെ ശ്രദ്ധിക്കാൻ ആർക്കും ആവില്ല, അന്നേരം തമാശ വരില്ല, അതാണ് വിഷയം. ഒരു കോൾ ഉണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പിണറായി, പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. 92 മെയ് 8. 92 ഏത് മാസം? മെയ് 8. ഓക്കെ, സമയം പറയൂ. 2:30. ഉച്ചക്ക് 2:30. 2:30. ഓക്കെ ഓക്കെ. പുണർന്ന നക്ഷത്രം ഉച്ചക്ക് 2:30. സോറി, പൂയം 2:50. അപ്പോൾ ഇവിടെ ആരാണിത്? നിങ്ങളുടെ മോനാണ്. എന്താണ് മകനെ കുറിച്ച്? ഒന്ന് കാര്യമായിട്ടൊന്നല്ല, എല്ലാം മൊത്തത്തിലൊന്നും അറിയാൻ പറ്റും. അല്ല, എന്നാലും ഒരാളെ ഒരു ജ്യോത്സ്യനെ വിളിക്കുമ്പോൾ എന്തൊക്കെ ഒരു പ്രധാന കാര്യം ഉണ്ടാവുമല്ലോ. ഓരപ്പോ എന്തെങ്കിലും അസുഖങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്ങനെ? എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ശരി, കാര്യമായ സംഗതി തന്നെ. അത് നിങ്ങളുടെ മകൻ ഇപ്പോൾ നടക്കുന്നത് കേതുദശയാണ്. കേതുവിനൊരു ഏതു എന്നൊരു പറയുന്ന കേട്ടിട്ടില്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. കേതുദശ നടക്കുന്ന കാലത്ത് ആണായാലും പെണ്ണായാലും ഒക്കെ പ്രയാസങ്ങൾ, പല തടസ്സങ്ങളൊക്കെ വരും. 30 വയസ്സ് തുടങ്ങിയതാണ്, 37 വയസ്സ് വരെ ഉണ്ട്. ആ 30 വയസ്സ് വരെ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നീടാണ് പല തടസ്സങ്ങളും വരുന്നത്. ആ കൊറോണയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് മോശമായ അവസ്ഥകൾ വരുന്നത്. ഇനി അത് മാറണമെങ്കിൽ ഈ പറഞ്ഞ 37 വയസ്സ് കഴിഞ്ഞാലേ അയാൾക്ക് സന്തോഷകരമായ ഒരു അവസ്ഥ കിട്ടുന്നുള്ളൂ. അതുവരെ ജീവിതമെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചു പോകുന്നവൻ്റെ ജാതകമല്ല. പക്ഷേ നേരത്തെ അമ്മ പറഞ്ഞതുപോലെ മകനെ കൊണ്ട് പറഞ്ഞ സങ്കടം അത് കറക്റ്റായ സങ്കടം തന്നെയാണ്. ഓരോരോ വിഷമങ്ങളും തടസ്സങ്ങളും ഇങ്ങനെ വരും.
അതെന്തായാലും ഒഴിവാവില്ല. പക്ഷെ പിന്നെ ഇതൊന്നും പോവില്ല, പൈസയൊന്നും ഇല്ലാണ്ട് ബുദ്ധിമുട്ടി പോവില്ല. എങ്ങനെയോ പൈസ വരുന്നുണ്ട്, അതും കൂടി ഇല്ലെങ്കിൽ അവൻ ആകെ തകർന്നു പോയായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതാണ് ദൈവനിയോഗം. പൈസയും കൂടി ഇല്ലെങ്കിൽ പണ്ടൊരുത്തം പറഞ്ഞില്ലേ, എരക്കാമൂരും കൂടി പഠിച്ചില്ല ഞാൻ തെണ്ടിപ്പോവായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതേപോലെ എങ്ങനെയോ പണം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് ആ ഓലയമ്പലത്തിലെ ശിവൻ നിങ്ങളെ കാക്കട്ടെ. അപ്പം പിണറായിക്കാരെ ദൈവമല്ലേ ഓലയമ്പലത്തിലെ, പിന്നെ പിണറായിയിൽ വേറൊരു ദൈവമുണ്ട്. ഏതായാലും ഓലയമ്പലത്തിലെ ശിവനല്ലേ ആദ്യത്തെ ദൈവം. അപ്പോൾ അതുകൊണ്ട് ആ ശിവൻ നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പിന്നെ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഈ അങ്ങനെ ഒരു ഇതൊന്നും വേണ്ട, ഇങ്ങനെ കാര്യങ്ങളൊന്നും അങ്ങനെ തീർത്തും ഭയങ്കര ദൈവാനുഗ്രഹം. ഇവൻ ദൈവികമായ കർമ്മങ്ങളിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇവന് വലിയ ദൈവാനുഗ്രഹം മുജ്ജന്മം കൊണ്ടുണ്ട്. അത് നിങ്ങൾക്കറിയാതൊരു രഹസ്യമാണ്. അതെങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, അത് ജാതകത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുക. അത് എൻ്റെ മോനെ അങ്ങനെയൊന്നും അമ്പലത്തിലൊന്നും കാര്യമായിട്ട് പോകുന്നില്ലല്ലോ, പിന്നെന്താണ് അങ്ങനെ ചിന്തിക്കണ്ട. അത് ജ്യോതിഷത്തിലെ രഹസ്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ എനിക്ക്, പക്ഷെ മുജ്ജന്മം കൊണ്ട് ഇയാൾക്ക് ദൈവാനുഗ്രഹമുണ്ട്. ഇപ്പം ഈ ജന്മത്തിലുള്ള അല്ല കളിക്കുന്നത്, കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളുണ്ടാവും. അതാദ്യം മനസ്സിലാക്കണം. ഈ ജന്മത്തിൽ നമ്മളെ ഒരു നൈരന്തര്യം എന്ന് പറയുക, തുടർച്ചയാണ് നമ്മുടെ ജന്മം. കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കിയാണ് ഈ ജന്മം എന്ന് പറയുന്നത്. അത് പലർക്കും അറിയില്ല. അത് ജ്യോതിഷത്തിൽ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതല്ലേ നീ പാമ്പായും പട്ടിയായും ഇനിയും ഒരുപാട് ജന്മം എടുക്കൂ എന്നൊക്കെ പറയുന്നില്ലേ, അത് ഇതാണ് സംഭവം. അത് ഇങ്ങനെ അതുണ്ട്. അത് നിങ്ങളുടെ മകന് കഴിഞ്ഞ ജന്മം എന്തോ നല്ല ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചില തടസ്സങ്ങളൊക്കെ അവിടെയും ഉണ്ടാവുമല്ലോ, ചില കാര്യങ്ങൾ അവിടെയും ഉണ്ടാവുമല്ലോ. നേരത്തെ പറഞ്ഞതിലെല്ലാം അടങ്ങിയല്ലോ. നിങ്ങൾ എന്നെയാണോ പൊട്ടനാക്കുന്നത്? അത് വേണ്ട, ഇന്ദുലാലിനോട് കളിക്കണ്ട. അപ്പൊ ബാക്കി പറയണ്ടല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ട് അതും ഇതിനകത്ത് അണ്ടർസ്റ്റുഡല്ലേ ഞാൻ പറഞ്ഞതിൽ. അപ്പോൾ എല്ലാ കാര്യത്തിനും ആ തടസ്സങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ പിന്നെ നാട്ടുകാരെ കേൾപ്പിക്കണ്ടല്ലോ, എല്ലാം വിളിച്ചു പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അതങ്ങനെ പിന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പിന്നെ എന്താണ് ഈ സമയത്ത് ഇയാൾക്കുണ്ടാവും. ഇതിനെല്ലാം തരണം ചെയ്ത് ഇയാൾ ശുക്രദശയിൽ നന്നായി വരികയും ചെയ്യും. പിന്നെ കുറേയും കൂടി ഉയർച്ചയിലേക്കും നന്മയിലേക്കൊക്കെ വരും. ഇപ്പോൾ ഏതായാലും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ, അങ്ങനെ അങ്ങ് പോകട്ടെ. പിന്നെ മറ്റ് കാര്യങ്ങൾ ഇതിനൊക്കെ ചില പരിഹാരങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള വിശ്വാസമില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും അമ്മക്ക് ഭദ്രകാളി ക്ഷേത്രത്തിലും ഗണപതിയുടെ ക്ഷേത്രത്തിലും മകന് വേണ്ടി ചെയ്യാം. അത് അമ്മയുടെ വിശ്വാസപ്രകാരം മാമാനികുന്നിലൊക്കെ പോയിട്ടൊന്ന് ചെയ്യാം. ഓക്കെ, 5 കൊല്ലം മുമ്പ് വന്നെയാണ് അല്ലേ? അപ്പോൾ പിന്നെ എന്നെ അറിയാലോ, ഞാൻ എൻ്റെ ദൈവികമായ കളിയെല്ലാം അറിയാലോ. അപ്പോൾ ഏതായാലും പിന്നെ ഇപ്പം ഇവന് ഈ വിഷയത്തിൽ ഇവന് വേണ്ടി വന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നിങ്ങളിങ്ങനെ ചെയ്തോളൂ. അമ്പലത്തിലൊന്ന് ചെയ്തിട്ട് നിങ്ങളെ സമാധാനത്തിന് അത് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ്, പിന്നെ യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിത. ലക്ഷ്മിയാണ് ധനം നമുക്ക് തരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പലതവണ പറഞ്ഞതാണത്. അതുകൊണ്ടാണ് ലക്ഷ്മിയുടെ സാന്നിധ്യം കൂടുതലുള്ള മൂകാംബികയിലും ചോറ്റാനിക്കരയിലും മറ്റൊക്കെ ഭക്തരുടെ ഒഴുക്ക് വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഇത്തരം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർക്ക് ധനസംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ പരിപൂർണമായ വിശ്വാസം വേണം, പരിപൂർണമായ ഭക്തിയോടുകൂടി ദർശനം നടത്തണം. അതുകൊണ്ടാണ് മൂകാംബികയിൽ പോയാൽ ഉച്ചപൂജ മുടക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
ഉച്ചപൂജക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് 10:30 മണിക്ക് ശേഷം ദേവി സർവാലങ്കാര വിഭൂഷിതയായി നിൽക്കുന്ന സമയം. ആ സമയമാണ് ദർശനം അല്ല അതിന് രാവിലെ നടത്തുന്നതിനോ രാത്രി നടത്തുന്നതിനോ ഒന്നും തെറ്റില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ദർശനവും കൂടി നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ധനവുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്താണ് ദേവിയുടെ കൃപാകടാക്ഷം. ആ സമയത്താണ് പണം നമുക്ക് ഉയർത്തി തരാൻ വേണ്ടി ദേവിയുടെ ദൃഷ്ടി അല്ലെങ്കിൽ ദേവിയുടെ കൃപ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും കുറച്ചൊക്കെ വ്യത്യാസം വരും. അത് പിന്നെ അവരുടെ മുജ്ജന്മ ഗുണവും ഇതൊക്കെ അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമാണ്. അത് മറ്റൊരു കാര്യം. അതിപ്പം ഞാൻ അതിലേക്ക് ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു പോയ കർമ്മങ്ങളും പുണ്യങ്ങളുമൊക്കെ ഈ ജന്മം നമ്മളെ സമ്പാദ്യമായിട്ട് വരുമെന്നാണ്. അതാണ് സഞ്ചിതം, ആഗാമികം, പ്രാരബ്ധം എന്നൊക്കെ പറയുന്ന കർമ്മ വിഭാഗങ്ങളുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. അതെല്ലാം ഇങ്ങനെയുള്ളൊരു പരിപാടിയിലൊന്നും പറയേണ്ട വിഷയങ്ങളല്ല, വലിയ വലിയ വർത്തമാനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ മുജ്ജന്മദോഷങ്ങൾ പോലും മാറ്റാൻ ഭഗവതിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെ കൃത്യമായ ദർശനങ്ങളൊക്കെ നടത്തുന്നത്, പ്രത്യേകിച്ച് മൂകാംബികാ ദർശനത്തിന് വിധികളുണ്ടല്ലോ, അതൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുന്നവർക്കാണ് കൂടുതൽ ഉത്തമമായി കാണുന്നത്. സൗവർണികയിൽ സ്നാനം ചെയ്ത് അവിടെയുള്ള ഗണപതിയെ തൊഴുത്, പണ്ടൊക്കെ പൂജാരി വന്ന് മന്ത്രമൊക്കെ പറഞ്ഞു തരണം ആദ്യമായി പോകുന്നവരെ. ഇപ്പം അതൊന്നും ആരും പാലിക്കുന്നില്ല. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും ഒരു പൂജാരി വന്ന് ഒരടിക വന്ന് ചില പ്രത്യേകമായ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നമ്മൾ സൗവർണികയിൽ സ്നാനം ചെയ്ത് തിരിച്ച് പിന്നെ അവിടെയുള്ള ഗണപതിയെ തൊഴുത് അങ്ങനെ വിധിപ്രകാരം ഉപഹാരങ്ങളുമായി ദേവിയെ ദർശിച്ച് വലത് കാല് വെച്ച് അകത്ത് കയറും മുന്നേ ഗണപതിയെ വന്ദിച്ച് അങ്ങനെയൊക്കെ വിധികളുണ്ട്. പുറത്തുള്ള ഗണപതിയുണ്ട്, ആ ഗണപതിയെ തൊഴുതിട്ട് വേണം അകത്ത് കയറാൻ. അത് ആ തൂണിൻ്റെ മുകളിൽ വിളക്കിൻ്റെ അവിടെ ഒരു ഇതില്ലേ, അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഗണപതിയാണത്. സ്തംഭഗണപതി എന്ന് പറയും. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, ഒന്ന് വോളിയം കുറയ്ക്കും. എവിടെ? മൊറാഴ. ആ, ഒഴക്രോമിനടുത്ത്. ഒഴക്രോമിനടുത്ത്. പണ്ടൊരു സ്ത്രീ എന്നോട് പറഞ്ഞതാ, അവർക്ക് മലയാളം മര്യാദക്ക് പറയാനാവില്ല, അതുകൊണ്ട് ഒഴക്രോമിലെ ആ സ്റ്റോപ്പ് അതിന് വേണ്ടിയിട്ട് അത് അറിയാതെ കൊണ്ട് മൊറാഴ എന്ന് പറഞ്ഞിട്ട് ഒഴക്രോമിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. അതൊരു വിറ്റായിരുന്നു. ഞാനാകെ അവർ ഉത്തർപ്രദേശിലോ മറ്റോ ജനിച്ചത്, അവർക്ക് ഒഴക്രോം എന്ന് പറയാനാവില്ല. അപ്പോൾ കണ്ടക്ടർ ചിരിക്കും പോലും, ഇവർ ഒഴക്രോം എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോലെ 4 പ്രാവശ്യം നാവ് അടിക്കുന്നവരല്ലല്ലോ, നമുക്ക് ഏത് ഒഴക്രവും. ശരി, പറയൂ, ഡേറ്റ് പറയൂ. 18/6/2013. 18/6/2013. ഓക്കെ. 11:27 രാവിലെ. ഹലോ, 18 ഇവിടെയുണ്ട്, കാണുന്നില്ലേ? 18/6/2013 11:27 കാലത്ത്. അത്ത നക്ഷത്രം. പിന്നെ ആരാണ്? മകനാണോ മകളാണോ? മകനാണ്. എന്താണ് മോക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ലല്ലോ, എന്താണ് അറിയേണ്ട കാര്യം? ഇല്ല, പഠിക്കുന്നില്ല, അതിനെ കുറിച്ചിട്ട് അറിയാനാണ്. എങ്ങനെ?
2013 പറഞ്ഞത്? അതെ, 2013 ആ. പഠിക്കാൻ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. ആ, ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അവളുടെ നക്ഷത്രം ഞാൻ പിന്നെ ഇവിടെ അത്തം നക്ഷത്രമാണ്. ഇപ്പം നടക്കുന്നത് രാഹുദശയാണ്. ആ ഒരു പ്രശ്നം അവളെ കുറച്ച് രാഹു ശനിയോട് യോഗം ചെയ്ത രാഹുവാണ്. അപ്പോൾ കുറച്ച് അലസതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുട്ടിക്ക്. അതെ. അത് കുറച്ചുകൂടി കൂടുതലാകാൻ പോകുന്നു എന്നുള്ളതാണ് ഫലം. ആ. ശരിക്കും പക്ഷേ 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി മാറ്റം വരും. ആ. അതൊരു വലിയൊരു പ്രശ്നമാണ്. ടീനേജിൽ ഇപ്പം അവൾ നമ്മളെ പിന്നെ ഇപ്പം ക്ലാസ്സിൽ വേണ്ടത്രയൊന്നും പഠിക്കാണ്ട് ടീച്ചർമാരെയൊക്കെ നിങ്ങളെ വിളിപ്പിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതെ. ആ, അത് എന്തായാലും 10ാം ക്ലാസ് കഴിഞ്ഞാൽ മാത്രമേ തലക്ക് വെളിവ് വരുള്ളൂ. ഒരു വെളിവില്ലാതെ പോലെയാണ് നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതെ. ആ, അത് രക്ഷയില്ല, സമയക്കേട് തന്നെയാണ്. പക്ഷെ മാറ്റം വരും, ഉറപ്പാണ്. ചിലപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് അപ്പോൾ അന്നേരം ഇതെങ്ങനെ ഈ കക്ഷി പറഞ്ഞു എന്ന് എന്നെ കൊണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും പറയും. സംഭവം നമ്മൾ ആ മനുഷ്യൻ പറഞ്ഞു വെറുതെ ചിരിക്കാൻ മാത്രമല്ല, അയാൾക്കറിയാം, എല്ലാം അറിയാം അയാൾക്കെന്ന് പറയും നിങ്ങൾ. വെറുതെ നമ്മൾ തമാശ പറഞ്ഞാൽ പോരല്ലോ. നമ്മൾ കാര്യങ്ങൾ പറയുന്നതല്ല പറഞ്ഞല്ല. ഞാൻ പറയുന്നത് അത്ഭുതകരമായ മാറ്റം ഈ കുട്ടിക്ക് ഉണ്ടാവും ഒരു ഘട്ടം കഴിഞ്ഞാൽ. അതവളുടെ വിധിയാണ്. മോനാണ്. മകനാ? മോനാണ്. അപ്പോൾ ആണായാലും പെണ്ണായാലും അതിന് മാറ്റമൊന്നുമില്ല. ആ പഠിപ്പിൻ്റെ കാര്യത്തിലേക്കുള്ള മാറ്റങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ സംഭവിക്കും. അതവന് ജീവിത വിജയത്തിലേക്ക് അവനെ നയിക്കുകയും ചെയ്യും. ഒന്നും പറഞ്ഞാലും കേൾക്കുന്നില്ല. ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. തല തിരിഞ്ഞു പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ, തല തിരിഞ്ഞ കളിയാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലെല്ലാം അടങ്ങിയില്ലേ. ഞാനും 3 മക്കളെ തന്തയായിരുന്നല്ലോ. അപ്പോൾ എനിക്കറിയാലോ, തല തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തല തിരിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക എന്നുള്ള അറിയാലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഈ സമയത്ത് അവനുണ്ടാവും. അതവൻ്റെ സമയദോഷമാണ്. ആ മാറ്റം വരും. സമാധാനത്തിലിരിക്കൂ. ഓക്കെ, ശരി. വേറെ വല്ല പരിഹാരം വേണമെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടുക. ഓക്കെ, ശരി. ഓക്കെ. അതായത് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് ധനത്തിൻ്റെ കാര്യം അതാണല്ലോ. ഇപ്പം ദാരിദ്ര്യം അതിദാരിദ്ര്യം എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുന്നില്ല. അതൊക്കെ ഇതാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പണമില്ലാത്തവർക്ക് വരുന്ന വിഷമങ്ങൾ, അതിനു വേണ്ടി സത്യം പറഞ്ഞാൽ ഈ ചില പ്രത്യേക തരത്തിലുള്ള മന്ത്രങ്ങളും മറ്റൊക്കെ ഉണ്ട്. പക്ഷെ ആർക്കും അത്തരത്തിലുള്ള മന്ത്രങ്ങളൊന്നും ചൊല്ലാനൊന്നും ഒരു താല്പര്യവും ഇല്ല. എളുപ്പത്തിൽ എന്തെങ്കിലും കിട്ടുമോ, ഇതിനു വേണ്ടി ഒരു 10-20 മിനിറ്റ് മാറ്റി വയ്ക്കുക, അതൊന്നും ആർക്കും ഇപ്പം പറ്റില്ല. അതാണ് വിഷയം. ഞങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ഞാനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി, ഒപ്പം ആയിരക്കണക്കിന് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. അതിന് ശേഷം അവരൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ അവർ നമ്മളോട് പറയുന്നു. ചിലപ്പോൾ അവരെ കാണുകയൊന്നുമില്ല, കാരണം അവരൊക്കെ വിദേശത്തൊക്കെ ആയിരിക്കും. പക്ഷേ വാട്സാപ്പിൽ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്കുണ്ടായ മാറ്റം ഇങ്ങനെ. പിന്നെ ഞാനൊക്കെ രഹസ്യമന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ആളാണ്. അതൊന്നും പിന്നെ എല്ലാവരോടും കൊടുക്കാറില്ല. അതിന് അർഹതയുണ്ടെന്ന് തോന്നിയാൽ ആ ജാതകമൊക്കെ നോക്കിയിട്ട് അത് ജപിക്കാൻ. പിന്നെ ദുഷ്ടനല്ല, ദുഷ്ടന്മാരുടെ ജാതകം വേറെ കാണുമല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പോൾ അത് കണ്ട ഉടനെ തന്നെ നീ പഞ്ചദുഷ്ടനാണെന്ന് പറഞ്ഞിട്ട് അടിമേടിക്കാനൊന്നും ഞാൻ പോകാറില്ല. ദുഷ്ടനെ കണ്ടാൽ അവിടെ ജാതകത്തിലുണ്ടാവും അത്. കാരണം ഈ ജന്മം ആ ദുഷ്ടത മാറ്റില്ല ഇയാളെന്നുള്ള അതും ഈ പറഞ്ഞ പോലെ പഠിപ്പാണ്, എല്ലാം പഠിപ്പാണ്. അപ്പോൾ അത് നേരത്തെ മുജ്ജന്മം
നിങ്ങളെ മകൻ നല്ല ദൈവാനുഗ്രഹം ഉള്ളവനാണെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ശരിയാണ്, ഈ ജന്മം പോകുന്നില്ല എന്ന് അമ്മ സമ്മതിക്കുന്നത് കേട്ടില്ലേ. അപ്പോൾ അതേപോലെയാണ്, എല്ലാം മനസ്സിലാക്കാൻ പറ്റും ജാതകം നോക്കിയാൽ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്ക് മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അയാൾക്ക് ചിലപ്പോൾ പവർ കൂടിയാൽ അയാൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുക. മന്ത്രമെല്ലാം ചൊല്ലിയിട്ട് അയാൾക്ക് കുറച്ച് നന്മ വന്നു നോട്ടോ, ഉടനെ ബാക്കിയുള്ള നാട്ടിലുള്ളവരെല്ലാം ഉപദ്രവിക്കാൻ നടന്നാൽ പോയില്ലേ. ശ്രദ്ധിക്കണമല്ലോ നമ്മൾ. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഒന്ന് വോളിയം കുറക്കും, എന്തോ ശബ്ദം കൂടുതലാണ്. ഹലോ സാർ. ആ പറഞ്ഞോ. ഗുഡ് മോർണിംഗ്. ഹലോ പറയൂ, എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്ന്. ആ ഒന്ന് എന്തോ ഒരു ശബ്ദം കറക്റ്റ് ആണല്ലോ, ഒന്ന് വോളിയം കുറക്കും അവിടെ. ഹലോ. ആ പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 12/10/1975. സമയം പറയൂ. സമയം 7:30 രാവിലെ. ആരുടേതാണെന്ന് പറയൂ. അത് ഹസ്ബൻഡിൻ്റെതാണ്. ഓ, ഭർത്താവിൻ്റെതാണ്. ഭർത്താവിൻ്റെ ആണ്. എന്താ ഭർത്താവ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഇപ്പൊ നാട്ടിലുണ്ട്, 1 വർഷമായിട്ട് നാട്ടിലുണ്ട്. ആ, വിദേശത്ത് പോയിരുന്നു അല്ലേ? ആ, എന്നിട്ട് ായിരുന്നു. അതെ. 1 വർഷമായിട്ട് നാട്ടിൽ. അതെ, ഇപ്പം നാട്ടിലേക്ക് എന്താണ് വരാൻ കാരണം? ചെറിയ ചെറിയ അസുഖങ്ങൾ, വിട്ടുമാറാതുള്ള അസുഖങ്ങൾ. അത് ഇപ്പം മാറ്റം വന്നില്ലേ അതിന്? ഇല്ല, ഇപ്പൊ അങ്ങനെ മാറ്റം എന്ന് പറയാനില്ല. ഒന്ന് മാറുമ്പോ ഒന്ന് അങ്ങനെ വരുന്നില്ല. അങ്ങനെ അപ്പോൾ ഞാനിവിടെ ഇത് കൂടുതൽ അങ്ങോട്ട് വർത്തമാനം നീട്ടുന്നില്ല. നിങ്ങൾ നേരിട്ട് വരികയാണ് വേണ്ടത്, ബന്ധപ്പെടണം. ഇങ്ങനെ ഇപ്പോൾ സംഭവിക്കാൻ പാടില്ല. അതിന് വേറെ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ നമുക്ക് നിവാരണം ചെയ്യണം. അതെന്താണെന്നൊന്നും കൂടുതൽ ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. എന്തെങ്കിലും കണ്ടാൽ മാത്രമേ ഇങ്ങനെ പറയാറുള്ളൂ. അതൊരു സത്യമുള്ള വാക്കാണ്. കാരണം ഇങ്ങനെ അയാളിപ്പോൾ പണിയില്ലാതെ ഇങ്ങനെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വേറെയാണ്. അത് ഞാനിപ്പോൾ ഇവിടെ പറയില്ല. അത് നമ്മൾ അവിടെയാണ് എൻ്റെ കർമ്മത്തിൻ്റെ പ്രസക്തി, അവിടെയാണ്. അത്തരം കാര്യത്തിൽ ഞാൻ ഇടപെടുക തന്നെ ചെയ്യും. അത് ഞാൻ അങ്ങനെ ആരും, അത് എൻ്റെ ജന്മനിയോഗമാണ്. അപ്പോൾ ജന്മനിയോഗത്തിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, അത് അനുസരിക്കുക. അത് ദൈവനിയോഗത്താൽ അങ്ങനെ പറയുന്നു. അത് അടയാളം കാണിച്ചു തരും, എന്താണ് എങ്ങനെയാണ്. എനിക്കെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാമല്ലോ. വെറും ബായ്ത്താരി മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാമല്ലോ. അങ്ങനെ ഉറപ്പിച്ചൊക്കെ പറയണമെങ്കിൽ അയാൾക്കെന്തോ ഉണ്ടാവുമല്ലോ കിട്ടിയിട്ട്. ആ കിട്ടിയ എന്താണെന്ന് നിങ്ങൾ തക്കാലം ഇരിഞ്ഞെണ്ണാനൊന്നും നിൽക്കണ്ട. കൊലയെ കണ്ട് മതിച്ചാൽ മതി. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിനോട് പറയൂ, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് നമ്മൾ തമ്മിൽ മുഖാമുഖം കാണാൻ വേണ്ടി പറയൂ. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പോലെ മുഖതാവിലൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് നമുക്കതിൽ അതിന് അന്തിമമായിട്ട് അത് ഇല്ലാതാക്കാം, അയാളെ തിരിച്ചയക്കാം. ഉറപ്പായിട്ട് പറയുന്നു. ഓക്കെ 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 ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അതാ എൻ്റെ ഭഗവതിയിലുള്ള, എൻ്റെ തമ്പുരാട്ടിയിലുള്ള എൻ്റെ വിശ്വാസമാണ്. കാരണം ഈ വ്യക്തിക്ക്, ഇപ്പം വിളിച്ച ഈ വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും അയാളെ അവിടെയാണ് ബ്ലാക്ക് മാജിക് ലോകമെങ്ങും അത് അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുകയാണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അതെന്തോ വിചാരിച്ചോ നിങ്ങൾ, എനിക്ക് അതിന് ഉത്തരവാദിത്തമില്ല. ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ് ബ്ലാക്ക് മാജിക്. അതുണ്ട്. അത് പിന്നെ നമ്മളൊന്നും അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാറില്ല. മറ്റുള്ളവരെ തകർത്തെറിയുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്തരം കർമ്മങ്ങൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുമുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമല്ലോ, എന്താണ് അതിലൊക്കെ വസ്തുതയുണ്ടോ എന്നൊക്കെ. അതൊക്കെ ഉണ്ട്.
പക്ഷെ മറിച്ച് അത് നിവാരണം ചെയ്യാൻ സാധിക്കും ചില കാര്യങ്ങളിലൂടെ. അതിന് അപാരമായ ദൈവികമായ ഉപാസ്യ ദേവതയുടെ അനുഗ്രഹം ചെയ്യുന്ന വ്യക്തിക്ക് കഠിനമായി ഉണ്ടായിരിക്കണം. സാധാരണ പോലെ പോരാ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് അപൂർവം ചില ആളുകൾക്കുണ്ട്. ചില ക്ഷേത്രങ്ങൾ ചില കർമ്മങ്ങൾക്കുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. ചില ക്ഷേത്രങ്ങളിലുള്ള എനിക്ക് പോലും പണ്ട് ആകെ സ്തംഭനാവസ്ഥ വന്നപ്പോൾ 2 ക്ഷേത്രങ്ങളിലുള്ള കഠിനമായ കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്ന് സ്വന്തം നിലയിൽ ഇങ്ങനെ പിന്നെ എന്താണ് ആർജിച്ചെടുത്തിട്ടില്ല. ഇതൊരു കമ്പിയാണല്ലോ. ഒരു ദൈവികമായുള്ള നമ്മളെ കഴിവുകൾ ആർജിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. അതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ലല്ലോ. അതിന് വലിയ ഇതുണ്ടല്ലോ, കാലതാമസം വരും അതിന്. അപ്പം അന്ന് സ്വന്തം നിലയിൽ ആ കഴിവുണ്ടായിരുന്നില്ല. അപ്പം അന്നേരം വേറെ ക്ഷേത്രങ്ങളിൽ ആശ്രയിച്ചു. ആ പ്രശ്നത്തെ ഞാൻ പരിഹരിച്ചു. എൻ്റെ ഭവനം പോലും 8 മാസത്തേക്ക് നിന്നുപോയിരുന്നു. ഭവന നിർമ്മാണം, കയ്യിൽ കാശുണ്ട്, ബാങ്കിലെ അക്കൗണ്ടിൽ പൈസയുണ്ട്, പക്ഷെ ഭവന നിർമ്മാണം നിന്നുപോയി. അതാണ് പരിപാടി ഉണ്ടത്, ഇല്ലെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഒരു കോൾ ഉണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്നാണ്. പറഞ്ഞോളൂ. വളരെ സൗമ്യമായിട്ട്, വളരെ വലിയ ബഹുമാനത്തോടെയാണ്. നന്നായി വരും, ബഹുമാനം വേണം കേട്ടോ. പറ, ഡേറ്റ് പറയൂ. 24/4/1998. 24/4/1998. 24/98. ഓക്കെ, സമയം പറയൂ. 3:45 PM. 3:45 PM അല്ലേ? ഉത്രട്ടാതി. ആരുടേതാണ്? എന്റെ തന്നെയാണ്. ഓ, അത് ശരി, ചെറുപ്പക്കാരിയാണ്, അതാണ് ഇത്ര ബഹുമാനം. നല്ല ചെറിയ കുട്ടിയാണ്. അപ്പനെ പോലെ ഒരു മനുഷ്യനോട് ബഹുമാനം കാണിക്കണമല്ലോ. ശരി, 27 വയസ്സേ ഉള്ളൂ. ശരി, എന്താണ് മോക്ക് അറിയേണ്ടത്? പഠനവും പിന്നെ അതുപോലെ തന്നെ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഓ, അത് ശരി ശരി. അമ്മ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം ആവുന്നേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള മനസ്സിലായി. അത് പിന്നെ സമയം വളരെ മോശമാണ് കുട്ടി, അതാണ് വിഷയം. അതായത് ഒരു ഭാഗത്ത് കേതുദശ നടക്കുന്നു, അതിലിപ്പം ചൊവ്വയുടെ അപഹാരമാണ്. മറ്റൊരു ഭാഗത്ത് ഏരശനിയുടെ മൂർധന്യമായിട്ട് നിൽക്കുന്നു. ജാതകത്തിലാണെങ്കിൽ ശനി പിഴച്ചവളുമാണ്. ജാതകത്തിൽ ശനി നീചത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഏരശനിയിൽ അതിശക്തമായ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ശാസ്ത്രഫലം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് കുറച്ച് കാലം ഉണ്ട് ആ കാലദോഷം. അതാണ് അമ്മയുടെ ഇതൊക്കെ. നമ്മളെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്ന സമയം നമുക്ക് വളരെയേറെ പിഴച്ച സമയമായിരിക്കുമെന്നാണ്. നമ്മൾക്ക് അനാഥത്വമാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അമ്മ മരിക്കുന്നതോടുകൂടി അനാഥത്വം, ഒരു ആരുമില്ലാത്ത ഒരു അവസ്ഥ മാനസികമായിട്ടും മറ്റൊക്കെ സംഭവിച്ചേക്കും. അത് മനുഷ്യരുടെ ഒരു പൊതുവായിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ബന്ധം അമ്മയായിട്ടുമാണല്ലോ, പിന്നെ അച്ഛൻ, അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ ആദ്യത്തെ നമ്മൾ പിറന്ന് വീഴുമ്പം തന്നെ നമ്മൾ അമ്മ എന്നുള്ള ബന്ധം, ആ ബന്ധം അമ്മയൊക്കെ മരിക്കുന്നത് അത്രമാത്രം സമയദോഷമുള്ള ആയിരിക്കുന്നത്. അത് നമ്മളുടെ സമയദോഷം കൊണ്ടല്ല അമ്മ മരിക്കുന്നത്. അമ്മയുടെ ആയുസ്സെത്തി അമ്മ മരിക്കുന്നു. പക്ഷേ നമുക്ക് വ്യക്തി എന്നുള്ള രൂപത്തിൽ നമുക്ക് ആ സമയം മോശമായിരിക്കുമെന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സമയദോഷം കുറച്ച് കടുപ്പമാണ്. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഏത് കോഴ്സാണ് ചെയ്യുന്നത്?
മെഡിക്കൽ ലാബ് ടെക്നീഷ്യനിലെ ഡിപ്ലോമ. ആ ശരി. അത് പഠനം നടക്കുന്നില്ലേ? അതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പൊ മാരേജ് കഴിഞ്ഞു, പ്രഗ്നന്റ് ആണ് 4 മാസം. ആ അപ്പോൾ പിന്നെ അല്ല, ഈ സമയദോഷം പഠനത്തെ ബാധിക്കുന്നുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഒന്നും ഇല്ല, അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ആ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ടെൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ആ, ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ, ഓർമ്മകൾ വരുന്നു, മൈൻഡ് ഔട്ടായി പോകുന്നു. മൈൻഡ് ശരി, മനസ്സിലായി. പിന്നെ അതേപോലെ പിന്നെ ഉറക്കം ശരിയായി കിട്ടുന്നില്ല. 1-2 തവണ ഞെട്ടുന്നുണ്ട് അല്ലേ ഉറക്കം? ആ, അപ്പോൾ അതൊക്കെ പിന്നെ ഈ സമയത്തിൻ്റെ അതികഠിനമായ. പിന്നെ 2 വീലർ ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ? 2 വീലർ ഉപയോഗിക്കുന്നുണ്ടോ? ഒന്നും ഒന്നും വേണ്ട, അതിന് മുകളൊന്നും കയറണ്ട. എല്ലാം 30-ന് ശേഷം മതി. 2030-ന് ശേഷം 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാലമാണ്. അതങ്ങനെയാണ്. ഇത് ഒരുമിച്ചാണ്, ഈ ദുരിതങ്ങളൊക്കെ ഒരുമിച്ചാണ് തീരുക. 30-ന് ശേഷം പിന്നെ നമ്മളെ രാജയോഗം. അതൊരു രാജയോഗം തന്നെ, 1-1.5 രാജയോഗമായിരിക്കും ചിലപ്പോൾ. സ്വന്തമായിട്ടുണ്ടാക്കിയ ധനം കൊണ്ട് അതിസൗഭാഗ്യം അനുഭവിക്കും. ഉൽപ്പന്ന ഭോഗ സുഖ ധന വാഗ്ധന വാഹന, അയ്യോ ഉളുക്കിപ്പോയി നാവ്. അതായത് സ്വന്തമായിട്ട് സംസ്കൃതം ചൊല്ലാൻ നോക്കിയത്. അതായത് ദുരിതരായോഗമാണ്. അത് സ്വന്തമായിട്ട് അധ്വാനിച്ച ധനം കൊണ്ട് സുഖം അനുഭവിക്കുമെന്നാണ്. അപ്പോൾ അത് മറ്റുള്ളവരുടെ ധനം കൊണ്ടുള്ള, ഇപ്പം ആണും പെണ്ണും ഏതാണ്ട് ഒരേപോലെയാണല്ലോ. അങ്ങനെ പണ്ടല്ലേ ആണ് സമ്പാദിക്കുന്ന, പെണ്ണ് വീട്ടിലിരിക്കുന്ന, അതെല്ലാം പോയില്ലേ? അപ്പോൾ ഈ സ്വന്തമായിട്ട് ധനം സമ്പാദിച്ചിട്ട് അതിനെ കൊണ്ട് വലിയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുമെന്നാണ് ഇവിടെ ജാതകബലം. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. കുറച്ചു കാലം കാത്തിരിക്കൂ. ഇതെല്ലാം പിന്നെ എന്താ പറയുക, ഈ നമ്മളെ ഒരു ജന്മത്തിനും എല്ലാവർക്കും ദൈവം ഒരവസരം കൊടുക്കും. ആ അവസരം വരുന്നത് ന്യായമായ പ്രായത്തിൽ 33 വയസ്സിലാണ്. ആ 33 വയസ്സിലുള്ള ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതം ഭയങ്കര ഹിറ്റാക്കി മാറ്റാൻ പറ്റും. പിന്നെ പൊതുവെ ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരെ പശുവാണ്, നിവൃത്തിയില്ലെങ്കിലേ കുത്താൻ പോവുള്ളൂ എന്നാണ് പറയുക. ആരോടും വളരെ സൗമ്യമായി പെരുമാറുന്നവരാണ്, ഉഭയരാശിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജലരാശിയാണ്. ആ ജലരാശിയുടെ പ്രത്യേകത, ജലം ഏത് രൂപത്തിനും പെട്ടെന്ന് പ്രാപിക്കാൻ സാധിക്കും. ഏത് പ്രതലത്തിലാണോ ജലത്തെ ഒഴിക്കുന്നത് അതിൻ്റെ പിന്നെ രൂപം പ്രാപിക്കുക എന്നുള്ളതാണ് ജലത്തിൻ്റെ സ്വഭാവം. കുറച്ച് കടുത്ത വർത്താനാണ്, ശ്രദ്ധിക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വലിയ മസിലൊന്നും പിടിക്കാതെ സൗമ്യമായി പെരുമാറുകയും സൗമ്യമായ രീതികൾ ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പൊതുവെ ഉത്രട്ടാതിക്കാരിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവ രീതിയാണ്. അവർക്ക് പ്രേമവിവാഹമാണ് വിജയിക്കുന്നതായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. പ്രണയവിവാഹമാണ് അവർക്ക് നല്ലത് എന്ന് പറയുന്നു. അത് എന്തോ ആവട്ടെ, അത് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോൾ പിന്നെ ഈ മറ്റൊന്ന് പ്രണയവിവാഹം തന്നെയായിരുന്നു. അല്ല, അതെ, പ്രണയവിവാഹമാണ് അവർക്ക് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ എന്താണത്? അപ്പോൾ സൽസന്താനങ്ങൾ അവർക്കുണ്ടാവുന്നതായിട്ട് കണ്ടുവരുന്നു. വളരെയേറെ പിന്നെ എന്താണ്, ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ പിന്നെ ആരോടും വലിയ ഇത് തട്ടിക്കയറാതെ സ്വഭാവമായതുകൊണ്ട് തന്നെ അവരെ പൊതുവെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടൽ അവരുടെ ജീവിത വിജയത്തിന് കാരണമായിട്ട് വരുന്നു. ഇതൊക്കെ പിന്നെ ഉത്രട്ടാതിക്കാരുടെ പൊതു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഓക്കെ. ഇപ്പൊ ഈ ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ മാറാനായിട്ട് എന്തെങ്കിലും പ്രതിവിധികൾ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടാം. അങ്ങനെ വല്ല പരിഹാരങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടുക. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് മഹാലക്ഷ്മിയെ ആരാധിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്. മഹാലക്ഷ്മി എന്താണ്, നമുക്ക് ധനം തരുന്നു. അപ്പോൾ മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ അല്ലെ സ്തോത്രങ്ങൾ ഇതൊക്കെ ജപിക്കുന്ന മനുഷ്യർക്ക് വലിയ രൂപത്തിലുള്ള പരിവർത്തനം
അത് വലിയ കഠിനമായ മന്ത്രത്തിലേക്കൊന്നും കടക്കാനാവില്ലെങ്കിലും ചില സ്തോത്രങ്ങളൊക്കെ ആർക്കും ചൊല്ലാമല്ലോ. അതൊക്കെ നിശ്ചയമായിട്ടും ജീവിത വിജയത്തിന് കാരണമായി തീരുന്ന സംഗതി തന്നെയാണ്. പലർക്കും അതിനെക്കുറിച്ച് അറിവില്ലായ്മയും പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ അതെല്ലാം വിഡ്ഢിത്തരം, വെറുതെ എന്തോ അയാളുടെ വയറ്റുപഴപ്പിന് അയാളെന്തോ പറയുന്നു എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. പക്ഷേ എന്നെപ്പോലുള്ളൊരു വ്യക്തിക്ക് ഞാൻ എൻ്റെ ജീവിതം എന്താ പറയുക, പണ്ടാരോ പറഞ്ഞ പോലെ കഴിച്ചലാക്കി. ഇനി എനിക്ക് എന്ത് കാര്യം, എൻ്റെ കാര്യം ഞാൻ കഴിച്ചലാക്കി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കഴിച്ചലായത് നമ്മളെ നാടൻ കണ്ണൂർ ഭാഷയിൽ അത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതാണ് എൻ്റെ പ്രത്യേകതയും. നമ്മളെ അനുഭവങ്ങളല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ പ്രസവിക്കാത്തവൾ പ്രസവത്തെക്കുറിച്ച് പറയാനേ പാടില്ല. അത് പ്രസവിച്ചവൾ പറയട്ടെ എങ്ങനെയാണ് പ്രസവമെന്ന്. അതാണ് ഇന്ന് ഈ പലർക്കും ഉള്ള പ്രശ്നമാടിയാണ്. സ്വന്തമായിട്ടൊന്നുമില്ല, മറ്റുള്ളവരുടെ എടുത്തിട്ട് കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്നാണ്. അതാണ് ഞാൻ കണ്ടവനാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു തന്നത്. നിങ്ങളെ പാടായി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ ചെയ്യാം. ഏതായാലും യാദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്നുള്ള മന്ത്രം ആവർത്തിച്ച് ജപിക്കുന്നതും സാമ്പത്തികമായ ഗുണത്തിന് വളരെയേറെ ഉത്തമമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ നേരിട്ട് വരേണ്ടവർക്ക് അങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ട് വരാം. മറിച്ച് ഓൺലൈനായിട്ട് അറിയേണ്ടവർക്ക് ഡേറ്റും ടൈമും അയച്ചുകൊണ്ട് ഗൂഗിൾ പേ വഴി ദക്ഷിണ തന്നുകൊണ്ട് അങ്ങനെയും ഫലമറിയാം. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.